ചൊവ്വൂർ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ലക്ഷ്മി പ്രീതിക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഒന്ന് ഇവിടെ നടക്കുന്ന ലക്ഷ്മി കുബേര പൂജയാണ്. മറ്റൊരു ക്ഷേത്രത്തിലും ഈ ലക്ഷ്മി കുബേര പൂജ നടക്കുന്നതായി അറിവില്ല. കാരണം അത് ശ്രീവിദ്യാ സമ്പ്രദായ പ്രകാരമുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാമ്പത്തികമായിരിക്കുന്ന ഭദ്രതയ്ക്ക് വേണ്ടിയും വ്യാപാര ആദി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ക്രയവിക്രയം, ഭൂമി വിൽക്കുക, വീട് വാങ്ങുക മുതലായിരിക്കുന്ന ക്രയവിക്രയ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകാൻ ലക്ഷ്മി കുബേര പൂജ നിർവഹിക്കുന്നത്, അത് ആവർത്തിക്കുന്നതും വളരെ വിശേഷമാണ്. ആ ലക്ഷ്മി കുബേര പൂജ എന്ന് പറഞ്ഞാൽ കുബേരനെ അല്ല നമ്മൾ പൂജിക്കുന്നത്. അഷ്ടദിക്പാലകന്മാരായ ഒരാൾ കുബേരൻ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ കാവൽക്കാരൻ മാത്രമാണ്. ആ സമ്പത്ത് എന്ന് പറയുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ അതുകൊണ്ട് കുബേരൻ ലക്ഷ്മി ദേവിയെ പൂജിച്ച ഭാവത്തിൽ ആ സങ്കല്പത്തിലുള്ള പൂജയാണ് ഇവിടെ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമായ ലക്ഷ്മി കുബേര പൂജ ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. കൂടാതെ മഹാലക്ഷ്മി പൂജ അഷ്ടൈശ്വര്യങ്ങൾക്ക്, വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ ശാന്തി ഉണ്ടാവാൻ, സമാധാനമുണ്ടാവാൻ, ഐക്യമുണ്ടാവാൻ, ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതായിത്തീരാൻ മഹാലക്ഷ്മി പൂജ വളരെ വിശേഷമാണ്. ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഭഗവതിക്ക് നിർവഹിക്കാവുന്ന വളരെ ലളിതമായ വഴിപാടാണ് നെയ്വിളക്ക്. ആയുർഘൃതം എന്നാണ് പ്രമാണം. നെയ്യ് ആയുസ് നൽകുന്നു. ആ നെയ്വിളക്ക് ഭഗവതിക്ക് സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് വിദ്യ, ഐശ്വര്യം, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകളുണ്ടെങ്കിൽ ആ പിഴവുകൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന ശത്രുതാദോഷങ്ങൾ ഇല്ലാതായിത്തീരുന്നു. ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശത്രുക്കളെ ഇല്ലാതാക്കലല്ല, നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും നമ്മളോട് ശത്രുത തോന്നിയിട്ടുണ്ടെങ്കിൽ അതില്ലാതാവണേ എന്ന വളരെ വിശാലമായൊരു പ്രാർത്ഥനയോടുകൂടി നടത്തുന്നതാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി.